യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ന് നടപ്പിലാക്കും. വധശിക്ഷ നടപ്പിലാക്കാൻ നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകി. രക്തപണം സംബന്ധിച്ച് ധാരണയിലെത്തിയാൽ വധശിക്ഷ ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2017 ജൂലൈയിൽ യമൻ പൗരൻ തലാൽ അബ്ദു മഹിദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. വധശിക്ഷ യമനിലെ അപ്പീൽ കോടതിയും സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും പിന്നീട് ശരിവച്ചു. അന്നു മുതൽ സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മോചനത്തിനായി പണവും സ്വരൂപിച്ചിരുന്നു. ഹൂത്തി നിയന്ത്രണത്തിലുള്ള യമൻ പ്രവിശ്യയിൽ നയതന്ത്ര ഇടപെടൽ അസാധ്യമായതാണ് മോചന ശ്രമം വൈകിയത്. വിഷയം നിരവധി തവണ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. മോചന ശ്രമത്തിൽ ഇടപെടാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേംകുമാരി യമനിലേക്ക് മകളുടെ മോചനത്തിനായി പോകാൻ കേന്ദ്രാനുമതി ലഭിച്ചതും. കൊല്ലപ്പെട്ട അബ്ദു മഹദിയുടെ കുടുംബവുമായി രക്തപ്പണം സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. $1 മില്യൺ ഏകദേശം 8.67 കോടി രൂപ രക്തപ്പണം നൽകാമെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ കൊല്ലപ്പെട്ട അബ്ദു മഹദിയുടെ കുടുംബത്തിൽ നിന്നും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. രക്തപ്പണം സംബന്ധിച്ച് ധാരണയിലെത്തിയാൽ ഇനിയും മോചനം സാധ്യമാകുമെന്ന വിദൂര പ്രതീക്ഷയും സാമുവൽ ജെറോം ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.